ഉന്നത ഉദ്യോഗസ്ഥ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുകയാണ്. ADGP H. വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തിയാണ് ചോദ്യം ചെയ്യൽ. തുടർന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കുമെന്ന് പറയുന്നു. ശ്രീ പ്രസാദ് വിവരങ്ങൾ നൽകും. പ്രസാദ്, ഇപ്പോൾ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യലാണോ പുരോഗമിക്കുന്നത്? SIT തലവൻ തന്നെ അവിടെ എത്തിയിരിക്കുന്നു. എന്താണ് നമുക്കിപ്പോൾ നൽകാവുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രസാദ്? സ്മൃതി, നിർണായക ഘട്ടത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടന്ന് അതിന് പ്രത്യേക നേതൃത്വം നൽകിയ, ഈ സംഭവത്തിനെല്ലാം നേതൃത്വം നൽകിയവരിൽ ഒരാളുമായ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി അന്വേഷണ സംഘത്തിന് കൂടുതൽ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സ്മൃതി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായ ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുഴുവൻ സംഘവും ഇവിടെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തുടരുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഓൾറെഡി ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒന്നിച്ചിരുത്തിയും അല്ലാതെയുമുള്ള ചോദ്യം ചെയ്യലാണ് പുരോഗമിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചോദിച്ച കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ രണ്ടുപേരെയും ഒന്നിച്ചിരുത്തുക, വീണ്ടും മാറ്റിയിരുത്തുക. ആ രീതിയിൽ സാധാരണ അന്വേഷണ സംഘം സ്വീകരിക്കുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചു പോകുന്നത്. സ്മൃതി, ഇന്നത്തെ ഈ അറസ്റ്റ് ഏറെ നിർണായകമാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചേർന്ന് നിൽക്കുന്ന ആളിലേക്കുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണമെങ്കിൽ ഒരു പടി കൂടി കടന്ന് അന്നത്തെ ഉദ്യോഗസ്ഥരിൽ ഏറ്റവും പ്രധാനിയായ സ്വർണത്തെ ചെമ്പെന്ന് എഴുതി ചേർത്ത മുരാരി ബാബുവിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഭരണസമിതിയിലേക്കാണ് അന്വേഷണം നീളേണ്ടത്. ആ രീതിയിലേക്ക് എപ്പോഴാണ് അന്വേഷണം പോവുക, ഏത് ഘട്ടത്തിലാണ് ഉണ്ടാവുക, മുരാരി ബാബുവിന് എന്താണ് പ്രത്യേക അന്വേഷണ സംഘത്തോട് പറയാനുണ്ടാവുക, ഈ ചോദ്യങ്ങളേറെ പ്രധാനമാണ്. ശ്രുതി പറഞ്ഞതുപോലെ ഇന്ന് തന്നെ വൈകിട്ട് 5 മണിക്ക് മുമ്പ് തന്നെ റാന്നി കോടതിയിൽ ഹാജരാക്കും എന്നാണ് അറിയുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഇപ്പോഴും മുരാരി ബാബുവിൽ നിന്ന് ചോദിച്ചറിയുകയാണ്. വിവരങ്ങൾ നൽകിയത്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. അതിനുശേഷമാണ് കോടതിയിൽ ഹാജരാക്കൽ.